നിങ്ങളുടെ സ്വപ്ന സാമ്പത്തിക ജീവിതം നയിക്കാനുള്ള 4 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ പലരുടെ ഉള്ളിലേക്ക് വരുന്നത് നിയന്ത്രണങ്ങളാണ്, അല്ലെ? പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറം ഉള്ള കണക്കുകൾ നോക്കാതെ അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ആവശ്യം വരുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം രൂപകൽപ്പന ചെയ്യാനുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തേത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ആദ്യം അറിയൂ. നിങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് ഒരു വാഹനം വാങ്ങുന്നതാവാം, ചിലപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം, ചിലപ്പോൾ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനെ കുറിച്ചാകാം. എന്താണ് നമ്മളുടെ ആവശ്യം എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾക്ക് ഒരു പണത്തിന്റെ നിയന്ത്രണം ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിയന്ത്രണങ്ങളില്ലാത്ത ബഡ്ജറ്റിംഗ് എന്നാണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി അങ്ങ് വെട്ടിച്ചുരുക്കി, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വെട്ടിച്ചുരുക്കി നമ്മൾ വളരെ പരിമിതപ്പെടുത്തുക എന്നുള്ളതല്ല. മറിച്ച് നമ്മൾക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മൂല്യങ്ങൾ തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പെൻസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ അത്തരം എക്സ്പെൻസുകൾ നമ്മൾ വെട്ടിച്ചുരുക്കാതെ അനാവശ്യമായ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തത്, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മണിയെ വളർത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ പണത്തിനെ വളർത്താൻ വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, മറ്റു ഷെയർ മാർക്കറ്റുകളിലോ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിലോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടെ നമ്മളുടെ പണം വളരുകയും നമ്മളുടെ ഭാവിയിലേക്ക് വേണ്ട സുരക്ഷിതത്വം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണോ, അതിപ്പോ വീട് വെക്കുന്നതാണോ, അല്ലെങ്കിൽ ലോങ് ടൈം പീരീഡിലേക്കാണോ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം പീരീഡിലേക്കാണോ, ഒരു 6 മാസത്തിനുള്ളിൽ നടക്കേണ്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ, ഏതാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനകത്തേക്ക് പ്രത്യേകമായി ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. നാലാമത്തത്, സ്വയം നിക്ഷേപിക്കുക എന്നുള്ളത്. പലരും പലതും ചെയ്യാറുണ്ട്, അല്ലെ? ബിസിനസിന് വേണ്ടി കാശിറക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ സ്വയം കാര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തമായി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത് പലരും വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാറില്ല. നമ്മൾ ഓടി നടന്ന് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ട കടമകൾ, ഉത്തരവാദിത്തങ്ങൾ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാത്ത എത്രയോ പേരുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞ പോലെ നമ്മളിലേക്ക് സ്വയം നിക്ഷേപിക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സാമ്പത്തിക ശേഷിയും നമ്മളുടെ ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുകയുള്ളൂ. നമ്മളുടെ സ്വയം നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മൾക്ക് പരിമിതമായ അറിവാണുള്ളത്. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ അറിവുള്ളവർ വളരെ കുറവാണ്. കാരണം അതിലേക്കൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട്, ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കണ്ട് ഏതിലെങ്കിലും ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയുന്നവരും അങ്ങനെയാണ് ഇന്ന് കൂടുതൽ. പക്ഷെ നമ്മൾക്ക് സ്വയം ഒരു സാമ്പത്തിക അറിവ് നേടാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ട മീറ്റിങ്ങുകളും, അല്ലെങ്കിൽ അത്തരം ബുക്കുകൾ, അതല്ലെങ്കിൽ അത്തരം ആളുകളുടെ കോഴ്സുകൾ, അതല്ലെങ്കിൽ വെബിനാറുകൾ, ഇങ്ങനെയുള്ളതൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളുടെ സാമ്പത്തിക അറിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നിക്ഷേപം കൂടെ നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ നമ്മളുടെ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഹെൽത്ത് ഇസ് വെൽത്ത് എന്നതാണ്. നമ്മൾ ആരോഗ്യമില്ലെങ്കിൽ എത്രത്തോളം പണം ഉണ്ടായിട്ടും എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല, അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, കൂടുതൽ ആളുകൾ അവരുടെ ആരോഗ്യം കളഞ്ഞുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത്, ഓവർ വർക്ക് ചെയ്ത് അവർ പണം ഉണ്ടാക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആരോഗ്യം നശിച്ചിട്ട് ആ ഉണ്ടാക്കിയ പണം മുഴുവൻ ചെലവാക്കി ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ പക്ഷെ ചിലപ്പോൾ അത് കൈവിട്ട് പോയിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മളുടെ ഹെൽത്തിനെ ആദ്യം പ്രാധാന്യം ചെയ്യുക, നമ്മളിലേക്ക് കൂടെ നമ്മൾ നിക്ഷേപിക്കുക. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഹെൽത്തിനോടൊപ്പം തന്നെ നമ്മൾക്ക് വെൽത്ത് കൂടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഹെൽത്തിനെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടവയാണ്. അത് നമുക്ക് സന്തോഷം തരുന്ന, നമ്മളുടെ ഭാവിയെ ഭദ്രമാക്കുന്ന രീതിയിലേക്കുള്ളതാണെങ്കിൽ മികച്ചതാവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കൂടെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഭദ്രമാക്കുകയും ചെയ്യുക. കൂടുതൽ അറിവുകൾക്കും കൂടുതൽ ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്.